എല്ലാവർക്കും മാത്ത് ഓൺലൈൻ ട്യൂട്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ആൾജിബ്രൈക് എക്സ്പ്രഷൻ്റെ ബേസിക് ഭാഗങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പം അതിൽ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. അപ്പോൾ ഒരു ആൾജിബ്രൈക് എക്സ്പ്രഷനിൽ ഫോം ചെയ്യുന്നത് വേരിയബിൾസും കോൺസ്റ്റൻറ്റും ഉപയോഗിച്ചിട്ടാണ്. അപ്പം ആ വേരിയബിൾസും കോൺസ്റ്റൻറ്റിലേക്കും നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആയ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇവ കൂടി യോജിക്കുമ്പോൾ നമുക്കൊരു ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഫോം ചെയ്യും. അപ്പം ഇവിടെ 5xy - 7x + 2 എന്നത് ഒരു ആൾജിബ്രൈക് എക്സ്പ്രഷനാണ്. അപ്പോൾ ഈ ആൾജിബ്രൈക് എക്സ്പ്രഷനിൽ 5xy - 7x പിന്നെ 2 എന്ന് പറയുന്നത് നമ്മുടെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ്റെ ടേംസുകളാണ് ഇവയെല്ലാം. ഇനി ഇതിൽ ഈ ആൾജിബ്രൈക് എക്സ്പ്രഷനിൽ എക്സ്, വൈ, അതേപോലെ ഈ എക്സ് ഒക്കെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ്റെ വേരിയബിൾസാണ്. ഇനി ഈ ടേം അതായത് 5xy നമുക്ക് ഉണ്ടാവുന്നത് ഈ 5ഉം എക്സും വൈയും കൂടി മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ആയിരിക്കും. അപ്പോൾ ഈ 5നെയും എക്സിനെയും അതേപോലെ തന്നെ ഈ വൈയെയും നമ്മൾ ഈ ടേമിൻ്റെ ഫാക്ടർ എന്ന് പറയും. ഓക്കെ, അപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ 5ഉം ഈ എക്സും ഈ വൈയും ഈ ടേമിൻ്റെ ഫാക്ടറാണ്. അതുപോലെ തന്നെ ഈ 7ഉം അതായത് -7ഉം ഈ എക്സും എന്താണ്, ഫാക്ടേഴ്സ് ഓഫ് ടേം -7x. അപ്പം ഈ 2 എന്ന് പറയുന്നത് ഈ എൻ്റയർ ആൾജിബ്രൈക് എക്സ്പ്രഷനിലെ കോൺസ്റ്റൻറ്റ് ടേമാണ്. ഓക്കെ, ഇനി ഈ 5, ഈ -7 എന്നിവ ന്യൂമറിക്കൽ ഫാക്ടറാണ്. അപ്പോൾ ഈ ന്യൂമറിക്കൽ ഫാക്ടറിനെ നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് ദ ടേംസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 5നെ നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഈ ടേം 5xy, അതേപോലെ തന്നെ ഈ -7നെ കോഎഫിഷ്യൻ്റ് ഓഫ് ഈ ടേം -7x എന്ന് പറയും. ഇനി നമ്മൾ ഈ എക്സിനെ അതായത് ഈ 5y കോഎഫിഷ്യൻ്റ് എന്ന് പറയും. അതേപോലെ ഈ വൈയുടെ ഈ 5xൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയും. അപ്പം ഈ അങ്ങനെയാകുമ്പോൾ ഈ എക്സിനെ നമ്മൾ ഈ കോഎഫിഷ്യൻ്റ് ഓഫ് -7x എന്ന് പറയും. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഒരു ആൾജിബ്രൈക് എക്സ്പ്രഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഭാഗങ്ങളെന്ന് പറയുന്നത്. അപ്പം ഈ വീഡിയോ നമ്മൾ ഇവിടെ പൂർണ്ണമാക്കുകയാണ്. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.